ദൈവത്തിന് സ്തുതി. ഓരോ പൂവിനുമുണ്ട് പറയുവാൻ 100 കൂട്ടം കാര്യങ്ങൾ. ആവശ്യത്തിനുള്ള ജലം നൽകി നട്ടുവളർത്തി തന്നെ താനാക്കിയവരെക്കുറിച്ച്, അതിലുപരി തന്നെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ഇടയിലും ഒരു കൊച്ചുപൂവ് ജീവിച്ചിരുന്നു. വിശുദ്ധിയുടെ നർമ്മണം പരത്തിയ കൊച്ചുപൂവ്. അവളുടെ പേരായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. 1873 ജനുവരി 2-ാം തീയതി ഫ്രാൻസിലെ അലൻസോൺ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഏവർക്കും ആഹ്ലാദം പകർന്നുകൊണ്ട് ലൂയി മാർട്ടിനും സെലുഗറിനും തങ്ങളുടെ ദാമ്പത്യ വലരിയിൽ പിറന്ന 9ാമത്തെ പുഷ്പമായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. അവൾ വളർന്നു വന്നതോടൊപ്പം അവളുടെ ഉള്ളിലെ വിശുദ്ധിയും വളർന്നു വന്നു. കൊച്ചുറാണി എന്നായിരുന്നു അവളെ വിളിച്ചിരുന്നത്. നാം ചെയ്യുന്ന നന്മകൾ ഈശോയ്ക്ക് നൽകുന്ന സുഗന്ധം പരത്തുന്ന പൂക്കളാണെന്ന് ഇത് നന്നായി മനസ്സിലാക്കിയ വിശുദ്ധ കൊച്ചു ത്രേസ്യ എന്നും ഉറങ്ങുന്നതിന് മുൻപ് താൻ ഇന്ന് എത്ര നന്മകൾ ചെയ്തുവെന്ന് നോക്കുമായിരുന്നു. ദൈവവിളി സ്നേഹമാണ് എന്ന് കണ്ടെത്തിയ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം 24 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. 1897 സെപ്റ്റംബർ 30 അവൾ സ്വർഗം പ്രാപിച്ചു. 1925 മെയ് 1 11-ാം പിയൂസ് മാർപ്പാപ്പ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. സ്നേഹത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, നന്മയിലൂടെ വിശുദ്ധി നേടിയ പുണ്യവതിയായിരുന്നു ചെറുപുഷ്പം എന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ. സുഹൃത ജീവിതം ആഗ്രഹിക്കുന്നവർക്കെല്ലാം വിശുദ്ധ കൊച്ചു ത്രേസ്യ വഴികാട്ടിയും മാതൃകയുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.